18-ാം പടിയാണ് ഒരു ബ്രേക്ക് എന്ന സിനിമ അല്ലേ? രണ്ടാമത്തെ സിനിമയല്ലേ? മൂന്നാമത്തെ സിനിമ. അത് രസമായിരുന്നു. നമുക്കായിട്ടുള്ള ഒരു 7-8 ദിവസം ഭയങ്കര രസകരമായിരുന്നു. അതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റ് ഷൂട്ടിൽ മമ്മയ്ക്ക് വയ്യ, പനിയാണ്. ഒരു വെയിലത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് വന്ന് ഫൈറ്റ് ചെയ്യും, ഒരു മെഡിസിൻ എടുക്കും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യും. കാരണം അവിടെ ഓപ്പൺ എയറാണ്, അതിരപ്പള്ളിയാണ്, ഭയങ്കര വെയിലായിരുന്നു. അത് ആ ഏജിൽ ഇപ്പോഴും ആ ഏജിൽ അങ്ങനെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചു എന്നുള്ളത് നാടകം കളിക്കും പറഞ്ഞായിരുന്നു. അല്ല, രാവിലെ ഇറങ്ങും. അപ്പം ഞാൻ ഈ നാടകവും ഇതൊക്കെ കളിച്ചു നടക്കുമ്പോൾ അപ്പോൾ അച്ചാച്ചി എപ്പോഴും പറയായിരുന്നു, ഞാൻ മരിക്കുന്ന സമയത്ത് നീ ഉണ്ടായിരുന്നു, നീ എവിടെയെങ്കിലും വല്ല നാടകങ്ങൾ വെച്ചോ, വല്ല സിനിമയുടെ സെറ്റിലൊക്കെ ആയിരിക്കും, അറിഞ്ഞിട്ട് വരും പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ ആ സമയത്ത് നാടകം കളിക്കാനായിട്ട് പോയേക്കുമായിരുന്നു. അപ്പം മരിക്കണ സമയത്ത് ഞാനില്ല. നാടകം കഴിഞ്ഞിട്ടാണ് ഞാൻ ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ಹೆಣ ಬಿದ್ರೂ ನೀ ತಟ್ಟಲ್ಲಿ ಡ್ರಾಮಾ ಮುಗಿಸ್ಕೊಂಡು ಹೋಗು. അത് ಒಂದು ആർട്ടിസ്റ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റ്. കാരണം മരിച്ചവർ പോയി. കാരണം കാണുന്ന പ്രേക്ഷകനറിയില്ല നീ എൻ്റെ അച്ഛൻ മരിച്ചിട്ടാണോ അമ്മ മരിച്ചിട്ടാണോ ആര് മരിച്ചിട്ടാണ് നിൽക്കുന്നത് നിർത്തുന്നത്. ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് പ്രേക്ഷകനോട്. തിയേറ്റർ അത്രയും കമ്മിറ്റ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ഇതാണ്. അനിയൻ്റെയും കാര്യം അങ്ങനെയായിരുന്നു. ഖൽപ്പ് എന്ന് പറയുന്ന പടം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ അനിയൻ മരിക്കുന്നത്. ആ സമയത്ത് ആൾ ഡിപ്രസ്ഡ് ആയിരുന്നു, സൂയിസൈഡ് ചെയ്തത്. ഭയങ്കരമായിട്ട് ആളുകളുമായിട്ട് പെട്ടെന്ന് ആളുകളെ വിശ്വസിക്കും, ഭയങ്കരമായിട്ട് ആളുകളുമായിട്ട് ജെല്ല് ചെയ്യും, ആരെയും ജഡ്ജ്മെൻ്റ് ഒന്നും ചെയ്യില്ലായിരുന്നു. ഇപ്പോഴും ജഡ്ജ്മെൻ്റ് ഒന്നും ചെയ്യാറില്ല. പക്ഷെ എനിക്ക് മനസ്സിലായത് എന്താ പറയുക, ഞാൻ ഇപ്പോൾ ആരിൽ നിന്നും ഒരു താങ്ക്സ് ഞാൻ പ്രതീക്ഷിക്കാറില്ല, ഒന്നും പ്രതീക്ഷിക്കാറില്ല. ഞാൻ താങ്ക്സ് പറയാറുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യാറുണ്ടോ ഗോളൊക്കെ? ഡിപ്രഷൻ്റെ വേറെ സാധനങ്ങൾ ആഗ്രഹിച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ട് നടക്കാതിരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ആഗ്രഹിക്കാൻ മറന്നു കളയുക. ബൈബിളിൻ്റെ അകത്ത് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ കുന്നിൻ മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞതിൻ്റെ സയൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പോയാൽ നല്ല ഓക്സിജൻ കിട്ടും, കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കിട്ടും. ഖുറാൻ്റെ അകത്ത് എന്തിനാണ് 5 നേരം നിസ്കരിക്കുന്നതെന്ന് പറഞ്ഞാൽ യോഗയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എണീറ്റ് സയൻസുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക. പ്രാർത്ഥനയും സയൻസും അല്ലെങ്കിൽ വിശ്വാസവും സയൻസും ഒരുപോലെ തന്നെ. അമ്പലങ്ങളിലായാലും പള്ളിയിലായാലും എല്ലാം പോസിറ്റീവ് എനർജി. ആഭിചാരക്രിയകൾ എന്നൊക്കെ പറയുന്ന നേരത്ത് പോകുന്നിടത്ത് നെഗറ്റീവ് എനർജി ആയിരിക്കില്ലേ, പോസിറ്റീവ് ആയിരിക്കും. തത്വമസി എന്നല്ലേ ശബരിമലയിൽ തന്നെ എഴുതിയത്? അത്രേ ഉള്ളൂ. തത്വമസി. ആൾക്കാർ അവിടെ പോകുന്നത്. അമ്പിക്ക് പ്രണയമൊക്കെ ഉണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗോൾഡൻ ടെക്നിക് തുണ്ട് വെക്കുക. അമ്പി എപ്പോഴെങ്കിലും ജീവിതത്തിൽ തുണ്ട് കൊണ്ടുപോയിട്ടുണ്ടോ ലൈഫിൽ? ഞാൻ ഒറ്റ പ്രാവശ്യം കൊണ്ടുപോയിട്ടുള്ളൂ. അത് ടീച്ചർ പൊക്കുകയും ചെയ്തു. ഹായ്, ഹലോ, വെൽക്കം ടു സിനിമാറ്റിക്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടനും തിയേറ്റർ ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ടുള്ള അമ്പി നീനാസമാണ്. അപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യം തന്നെ അമ്പി നീനാസം എന്നുള്ള പേര് മാറ്റിയായിരുന്നു, അമ്പി പ്രദീപ് എന്നാക്കിയായിരുന്നു. അതെപ്പോഴാണ് മാറ്റിയേ? വേറൊന്നുമല്ല, ഈ നീനാസം എന്നുള്ള പലരുടെയും പ്രൊനൗൺസിയേഷൻ നീനാശം എന്നാണ് വായിച്ചോണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും തിരുത്താൻ പോയില്ല? അറിയില്ല. നീനാസം എന്നുള്ള പലരും വീട്ടുകാരാണെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്, പലരും കുടുംബ പേര് വേറെന്തൊക്കെയാണെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് മാറ്റിയത്? അതുകൊണ്ടാണ് മാറ്റിയത്. കാരണം ഞാനത് പഠിച്ച സ്കൂളിൻ്റെ പേരാണ്. അപ്പോൾ അതിനെ അങ്ങനെ കർണാടകത്തിലല്ലേ? അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു വിഷമം. വെറൈറ്റി നെയിം ആയിരുന്നു. വെറൈറ്റി നെയിമൊന്നുമല്ല, അമ്പിന്ന് വീട്ടിൽ വിളിക്കുന്ന പേരാണ്. പ്രദീപ് എന്നുള്ള റെക്കോർഡിംഗ് നെയിമാണ്. നീനാസ് എന്ന് ചേർത്തത് അവിടുന്ന് പഠിച്ചിറങ്ങിയുള്ള അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടും പിന്നെ വേറൊരാൾ സജസ്റ്റ് ചെയ്തുകൊണ്ടും അങ്ങനെ ഇട്ടതാണ്. പിന്നെ ശരിക്കും പ്രദീപ് എന്നാണ് പേര്? പ്രദീപ് എന്നാണ് പേര്. പക്ഷെ വീട്ടിൽ പോലും എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് എൻ്റെ അമ്മ എന്നെ ആ പേര് വിളിച്ചെനിക്ക് ഓർമ്മയില്ല. അമ്മയെ അമ്പി എന്നാണ് വിളിക്കും. അപ്പോൾ ആരാ അമ്പിന്ന് പേരിട്ടെ? ചെറുപ്പത്തിൽ തന്നെ ഇട്ടതാണ്. അപ്പം അങ്ങനെ ചില പേരായിട്ടിട്ട അതാണ് എല്ലാവരും വിളിക്കാറുള്ളത്, നാട്ടിലും എല്ലാവരും. അങ്ങനെ ഇട്ടതൊന്നല്ല. അങ്ങനെ ഇട്ടതല്ല. അപ്പോൾ ശരിക്കും വീട് ഇടുക്കി കട്ടപ്പനയാണ്. ഇടുക്കി കട്ടപ്പനയാണ്. കട്ടപ്പന ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണല്ലേ? ഭയങ്കര രസമുള്ള സ്ഥലമാണ്. എന്താ അമ്പി ഇത്രയും സംസാരിക്കുള്ളൂ? അല്ലല്ല, ഭയങ്കര രസമുള്ള സ്ഥലമാണ് ഇടുക്കി. കട്ടപ്പനയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എന്താ, എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ സ്പേസാണ്. എപ്പോഴേലും വർക്ക് അങ്ങനെ ടെൻഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓടി എത്തുന്നത് നാട്ടിലേക്കാണ്. അവിടെ ചെന്ന് ഭയങ്കരമായിട്ട് കാമാവും. ഇപ്പം അവിടെ ഞാൻ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം വെച്ചാൽ സുഹൃത്തുക്കളാരും അവിടെ ഇല്ല. ഇപ്പോൾ കൂടെ പഠിച്ചവരൊക്കെ പുറത്താണ്, ചിലരൊക്കെ വേറെ ജോലി കാര്യങ്ങളൊക്കെ ഇട്ട് അവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പം എൻ്റെ ഒരു വീടിൻ്റെ അടുത്തൊരു ഫ്രണ്ട് വിഷ്ണു എന്ന് പറഞ്ഞിട്ട്, 2 ഫ്രണ്ട്സ് ഉണ്ട് വിഷ്ണു എന്ന് പറഞ്ഞിട്ട്. അവനിപ്പം ഫാമിലി
ആയിട്ട് ഫാമിലി നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന അടിമാലിയിലാണ്. ഫോൺ ടച്ചുള്ള അങ്ങനെയുള്ള കുറച്ച് പേര്. പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞാൽ അവനൊരു ഷോപ്പുണ്ട്, റൈറ്ററൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കളേ ഉള്ളൂ ഇപ്പം. പിന്നെ മനീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ മനീഷ്, കുറച്ച് വർക്ക്ഷോപ്പ് സുഹൃത്തുക്കളുണ്ട് വണ്ടിയുമായി ബന്ധപ്പെട്ട് റിലേറ്റഡുണ്ട്. പ്രവിരായി, മനീഷ്, കണ്ണൻ, കുട്ടമ്മോൻ, അനുചേട്ടൻ, ഇവരൊന്നും പെട്ടെന്നൊന്നും കിട്ടാറില്ല. അങ്ങനെ വിഷമമുണ്ട്. പോയി കഴിഞ്ഞാൽ ഒന്ന് വർത്തമാനം പറയാനും ഇരിക്കാനും ഇപ്പം സ്പേസ് ഭയങ്കര അധികം കുറവാണ്. അതുകൊണ്ട് വല്ലപ്പോഴും ഇപ്പം നാട്ടിലേക്ക് പോകാറ്. 18 പടിയാണ് ഒരു ബ്രേക്ക് എന്ന സിനിമ അല്ലേ? രണ്ടാമത്തെ സിനിമയല്ലേ? മൂന്നാമത്തെ സിനിമ. ഫസ്റ്റ് സെക്കൻഡ് ഏതായിരുന്നു? ഫസ്റ്റ് സിനിമ മരംകൊത്തി എന്ന് പറഞ്ഞൊരു പടത്തിലൊരു പാട്ട് സീനിൽ മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും സെറ്റിൽ പോകും, 10-20 ദിവസം പോയിരുന്നിട്ട് എല്ലാ ദിവസവും ഒരു പാട്ടിൽ മാത്രം അഭിനയിച്ചിട്ട് പോരേണ്ടി വന്നു. പിന്നെ അക്കാഡമിക്കിൽ പഠിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് സനൽകുമാർ ശശിൻ്റെ ഉന്മാതിയുടെ മരണം എന്ന് പറഞ്ഞൊരു സിനിമ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 18 പടി ചെയ്യുന്നത്. 18 പടി ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളേ ഉള്ളൂ. അങ്ങനെ ബ്രേക്ക് അതൊരു എനിക്ക് തോന്നുന്നു 18 പടി അങ്ങനെ ഒരു തിയേറ്റർ വലിയ വോ ഫാക്ടർ ഹിറ്റൊന്നും അല്ലായിരുന്നു ആ സമയത്ത്. ഫ്ലഡ് വാശു അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആറ്റുകാൽ സുരനെ എല്ലാവർക്കും ഓർത്തിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഒരു ബ്ലെസ്സിങ്. ഇപ്പോഴും അങ്ങനെ ആൾക്കാർ വിളിക്കാറുണ്ടോ? ഇപ്പോഴും വല്ലപ്പോഴും താഴെ വെച്ചിട്ടൊക്കെയാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ പുറത്ത് കുറച്ചുകൂടെ ഞാൻ ട്രാവൽ ചെയ്യുന്ന ട്രെയിൻ അല്ലെങ്കിൽ പ്രൈവറ്റ് വെഹിക്കിൾസാണ്. ഇപ്പം ചില സമയത്ത് കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്, ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് ഒരു ഭയങ്കര ഇങ്ങനെ നിന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഞാൻ ചോദിച്ചു എന്താ ബ്രോ എന്ന് ചോദിച്ചപ്പോൾ ഡൗട്ട് പറഞ്ഞു, ചേട്ടനല്ലേ? ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പം അവരുടെ ആ എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇപ്പോഴും ഓർത്തിരിക്കുന്നത്, നമ്മൾ വേറെ ലുക്കിലാണെങ്കിലും നമ്മൾ ഓർത്തിരിക്കുന്നതെന്ന് പറയുന്നത് താങ്ക്സ്, അത് ഗ്രാറ്റിറ്റ്യൂഡ്. എൻ്റെ ടീച്ചേഴ്സ്, പിന്നെ എനിക്ക് ആ അവസരത്തിലേക്ക് 18 പടിയിലേക്ക് തന്ന ബാക്കിയുള്ളവരോടാണ് എൻ്റെ നന്ദി. മമ്മൂക്കയുടെ പടത്തിലാണ്. മമ്മൂക്ക അതിൽ ഒരു ഗോൾഡൻ ടെക്നിക്കൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, കോപ്പി അടിയുടെ. ബുദ്ധിജീവികളും എഴുതി വെച്ചായിരുന്നു, ലോകത്തെ ബുദ്ധിജീവികളും ക്രിമിനലുകളും ആൺപെൺ വ്യത്യാസമില്ലാതെ പരീക്ഷിച്ച് ജയിച്ച ഗോൾഡൻ ടെക്നിക്കാണ് കോപ്പിയടി, തുണ്ട് കൊണ്ടുപോകാന്ന് പറയുന്നത്. നമ്മുടെ നാട്ടില് കോപ്പിയടി എന്നാ പറയാ. അത് ഭയങ്കര രസമുള്ള, എനിക്ക് ഭയങ്കര രസമുള്ള ഒരു സീനായിരുന്നു അത്. ആ സീനൊക്കെ എങ്ങനെ ഉണ്ടായി? രസമായിരുന്നു. നമുക്കായിട്ടുള്ള ഒരു 7-8 ദിവസങ്ങൾ ഭയങ്കര രസകരമായിരുന്നു. അതുപോലെ ഞാൻ കുറേ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടെന്നു. അതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റ് ഷൂട്ടിൽ മമ്മയ്ക്ക് വയ്യ, പനിയാണ്. ഒരു വെയിലത്ത് നിന്ന് ഫൈറ്റ് ചെയ്യണ സമയത്ത് വന്ന് ഫൈറ്റ് ചെയ്യും, ഒരു മെഡിസിൻ എടുക്കും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യും. കാരണം അവിടെ ഓപ്പൺ എയർ ആണ്, അതിരപ്പള്ളിയാണ്, ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ആ ഏജിൽ, ഇപ്പോഴും ആ ഏജിൽ അങ്ങനെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമയോടുള്ള പാഷൻ. ഞാൻ ആലോചിച്ചിട്ടുണ്ട് മമ്മൂക്കൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെയാണ് എന്ന് പറഞ്ഞ് ഭയങ്കര റൂമേഴ്സ് വന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് മമ്മൂക്ക സിനിമയുടെ സെറ്റിലല്ലാതെ എങ്ങനെയായിരിക്കും ഇരുന്നിട്ടുണ്ടാവുക. കാരണം ഇവർ നിത്യം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്, അത് ബ്രേക്ക് ആയി കഴിയുമ്പോൾ എനിക്കൊക്കെ പോലും പ്രശ്നമുണ്ട്. ഈ 2 ദിവസം 3 ദിവസമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എൻഗേജ്ഡ് ആയിട്ടിരുന്നിട്ട് ഒരു പെട്ടെന്നങ്ങ് ബ്രേക്ക് ആയി കഴിയുമ്പോൾ അടുത്ത് എന്താ ചെയ്യാന്ന് പറയുന്ന ഒരു ഇത് വരും. അതൊരു ദിവസം ഒരു ഹാങ് ഔട്ട് ഉണ്ടാവുന്നു. എനിക്ക് ഫ്രീ ആയിട്ടിരുന്ന പ്രശ്നമാണ് ഞാൻ. ഇങ്ങനെ ആവശ്യമില്ലാത്ത ഇതിലേക്കൊക്കെ പോകുമായിരുന്നു. ഇപ്പം ഇല്ല. ഇപ്പം ഇപ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ട്, ലൈഫിൻ്റെ ഒരു ടൈം മാനേജ്മെൻ്റ് ഉണ്ട്. ഇപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, എൻഗേജ്ഡ് ആയിരിക്കും ഫുൾ ടൈം. മമ്മൂക്കയെ പിടിച്ചിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു. മമ്മൂക്ക എന്താ പറഞ്ഞു തന്നിട്ടുള്ളത്? മിണ്ടുവായിരുന്നാ? മിണ്ടിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മിണ്ടാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മമ്മൂക്ക പറഞ്ഞു തന്ന, അഭിനയിക്കുന്ന സമയത്ത് പറഞ്ഞു തന്ന ചെറിയ കാര്യങ്ങളുണ്ട്. പിന്നെ അതിലുപരി ചെറിയ കാര്യങ്ങൾ അത് നമുക്ക് പേഴ്സണലി പറഞ്ഞു ആക്ടിങ്ങിന് ടിപ്പില്ല. ഇല്ല, ആക്ടിങ്ങിന് ഒരിക്കലും ടിപ്പില്ല. പറയാറുണ്ടല്ലോ ടിപ്പല്ല അത്. നമുക്ക് പറഞ്ഞു വെച്ചാൽ ഒരു വൈഡ് ഷോട്ട് വെച്ചിരുന്ന സമയത്ത് പറഞ്ഞു തന്നൊരു ചെറിയ കാര്യം, അത് വേറൊരാൾക്കാ പറഞ്ഞു കൊടുത്തത്. ഞാൻ അതിങ്ങനെ കേട്ടിട്ട് ഞാൻ പിന്നെ അത് ശരിയാണല്ലോ എന്നിങ്ങനെ ആലോചിച്ചു. നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കും എടുക്കാമല്ലോ, അങ്ങനെ കേട്ടതല്ല. അല്ലല്ല, സിനിമയുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഒരു വൈഡ് ഷോട്ട് വെച്ചപ്പോൾ ഒരാൾ ഭയങ്കരമായിട്ട് ഓവറായിട്ട് കൈയെടുക്കുകയും ചോദിച്ചു, അത്രയും വേണ്ട, മിനിമലായിട്ട് ചെയ്യും, ഇനി അടുത്തേക്ക് വരും. അപ്പം ആ കട്ട്സ് അറിയാം. അപ്പം മുൻകൂട്ടി അത് കാണുക എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ സെൻസാണ്, അത്രയും വർഷത്തെ എക്സ്പീരിയൻസ്. അത് നമ്മളും ഓക്കെ ശരിയാണ് എന്നുള്ള രീതിയിൽ എടുത്തെന്നുള്ളൂ.
അമ്പി എപ്പോഴെങ്കിലും ജീവിതത്തിൽ തുണ്ട് കൊണ്ടുപോയിട്ടുണ്ടോ ലൈഫിൽ? തുണ്ട് മീൻസ് കോപ്പി. ഞാൻ ഒറ്റ പ്രാവശ്യം കൊണ്ടുപോയിട്ടുള്ളൂ. അത് ടീച്ചർ പൊക്കുകയും ചെയ്തു. അത് ചോദ്യ പേപ്പറിൽ പിൻ ചെയ്ത് വെക്കുകയും ചെയ്തു. എൻ്റെ ക്ലാസ് സാറുണ്ടായിരുന്നു, ഓസ്റ്റിൻ മാത്യു സാർ. ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ അദ്ദേഹത്തിനെ തീവ്രവാദി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അത് പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ചൂരലിനുള്ള അടി ഭയങ്കര പ്രശസ്തമാണ്. ആ അടിച്ചിട്ടുള്ളവരെല്ലാം പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കളെ പോലെ ആയി മാറുകയും ഇന്നും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എനിക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് എൻ്റെ വിശേഷങ്ങൾ തിരക്കാറുള്ള എൻ്റെ അധ്യാപകനാണ്. അതായത് ഞാൻ വിളിക്കാറുള്ള അപ്പ എന്നാണ് വിളിക്കാറുള്ളത്. എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും വിളിച്ചു പറയാൻ പറ്റുന്ന അദ്ദേഹമാണ്. അങ്ങനെ അദ്ദേഹമാണ് എൻ്റെ ഒരു കോപ്പി പൊക്കിയിട്ടുള്ളൂ. പിന്നെ കോപ്പി വെച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ കോപ്പി അടിക്കാൻ ഒരു ധൈര്യം വേണം. നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്, സത്യം പറഞ്ഞാൽ പേടിച്ച് എഴുതാതിരുന്നിട്ടുണ്ട്. ഞാൻ ഭയങ്കര രസമായിട്ടുള്ള മൊമെന്റുകൾ കണ്ടിട്ടുണ്ട്. നല്ല ഗംഭീരമായിട്ട് കോപ്പി അടിക്കുന്ന സീനിയേഴ്സ് ചേട്ടന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാ കോപ്പി അടിക്കാം? അതറിയത്തില്ല. കയ്യിലെഴുതാം, ഡെസ്കിലെഴുതാം, തൊടയിലെഴുതാം. പക്ഷെ പാൻ്റ് അടിക്കുമല്ലോ ആ സമയത്ത്. പാവാടയൊക്കെ നിങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ കണ്ടിട്ടുണ്ട്, ഗംഭീരമായിട്ട് കോപ്പി അടിക്കുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല, പക്ഷെ അത് ധൈര്യം വേണം, ഭയങ്കര ധൈര്യം വേണം. മമ്മൂക്ക പറയുന്നത് പോലെ എല്ലാം എഴുതി കൊണ്ടുപോകണം. പക്ഷെ നമ്മളൊക്കെ എസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഈ ബെഞ്ചിലൊക്കെ ചുരണ്ടി എഴുതാൻ നൈസാ. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഇല്ല. അത്യാവശ്യം ഞാൻ വലിയ ബ്രില്യൻ സ്റ്റുഡൻ്റ് ഒന്നും അല്ല, ആവറേജ്, അത്യാവശ്യം കുഴപ്പമില്ല, തരക്കേടില്ലാതെ പഠിക്കുന്ന ഒരാളായിരുന്നു. പണ്ടൊക്കെ ആയിരുന്നല്ലേ കോപ്പിയടി, ഇപ്പൊ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ക്ലാസ് റൂം ഒക്കെ ഇപ്പൊ മാറിയില്ലേ, ഇപ്പം എല്ലാം മാറിയില്ലേ, എല്ലാം ഹൈടെക് ആയില്ലേ, പണ്ടത്തെ പോലും അല്ലല്ലോ. ആ സീൻ എന്നാൽ ആ സിനിമയില് യൂസ് ചെയ്തത് നല്ലായിരുന്നു. പിള്ളേർക്കൊക്കെ ഒരു ജീവിതത്തിൽ കോപ്പി അടിക്കാൻ പറ്റിയില്ലെങ്കിൽ സിനിമയിൽ കോപ്പി അടിക്കാൻ പറ്റി. ഇത് കണ്ടിട്ട് ഞാൻ കോപ്പി അടിക്കാൻ പഠിപ്പിച്ചെന്ന് ആരെങ്കിലും പറയും. പക്ഷെ ഇപ്പൊ അങ്ങനെ എല്ലാം കോപ്പി പേസ്റ്റ് അല്ലേ ഇപ്പം, പ്രത്യേകിച്ച് കോപ്പി അടിപ്പിക്കാനും പഠിപ്പിക്കാൻ. ഏതായിരുന്നു ഇഷ്ടപ്പെട്ട വിഷയമൊക്കെ? എനിക്ക് ആ പഠിക്കുന്ന സമയത്ത് കണക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നീട് അതുമായിട്ട് ടച്ച് വിട്ട് ഇപ്പം എനിക്ക് കണക്കെന്ന് പറയുന്നത് വർക്കാവില്ല. മനക്കണക്ക് കൂട്ടാൻ അറിയാം? ഒട്ടും പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം. എനിക്കൊന്നും അത് ഇഷ്ടപ്പെട്ട വിഷയങ്ങളെക്കാട്ടിലും നമ്മളെ പഠിപ്പിച്ച അധ്യാപകന്മാരോടുള്ള ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വിഷയത്തിനോടൊരു ഇഷ്ടം. എനിക്ക് എൻ്റെ മലയാള അധ്യാപകൻ എം ജോസഫ് സാറിനെ ഇഷ്ടമായിരുന്നു. ബയോളജി അശ്വമാത്തി സാറ് ബയോളജി പഠിപ്പിച്ചു, ബയോളജി ഇഷ്ടമായിരുന്നു. ഫിസിക്സ് ഇഷ്ടമായിരുന്നു, കണക്ക് ഇഷ്ടമായിരുന്നു. അതൊക്കെയായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ആ ടീച്ചേഴ്സൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോഴും വിളിക്കാറും ഒക്കെ ഉണ്ട് വല്ലപ്പോഴും ഒക്കെ. ടീച്ചേഴ്സിനെയൊക്കെ ഭയങ്കര പ്രൗഡാണോ അമ്പി ഇങ്ങനെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു? ഇപ്പൊ എത്ര സിനിമയിൽ അഭിനയിച്ചാണോ അമ്പി? ഞാൻ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു 30 14 സിനിമകളിലുണ്ട്. 14 സിനിമകൾ. അപ്പോൾ അധ്യാപകരുടെയൊക്കെ ഒരു സ്നേഹം ഉണ്ടല്ലോ, അവരുടെ ഒരു പ്രൗഡ്, ഒരു നമ്മളെ ഒരു കുട്ടി ഇങ്ങനെ ഒരു നടനായി അങ്ങനെയൊക്കെ പറഞ്ഞ പ്രൗഡ് മൗണ്ട് ഒരിക്കലും അവരെന്നോടായിരിക്കില്ലല്ലോ ഷെയർ ചെയ്യുന്നത്, മറ്റുള്ളവരോടായിരിക്കില്ലേ. എന്നോട് അന്നും ഇന്നും ഒരേ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ജീവിതത്തിലൊരു തീരുമാനം എടുക്കണം, ഒരു ടെൻഷൻ വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ അത് അശ്വമാത്തി സാറിനോട്, അപ്പനോട് ഞാൻ വിളിച്ചു ചോദിക്കും. അപ്പം വെറുതെയെങ്കിലും സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് ചിലപ്പോൾ ഒരു ഉത്തരം കിട്ടും. അത്രേ ഉള്ളൂ. അപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ നടനായിട്ട് അച്ഛൻ കണ്ടിട്ടില്ല അല്ലേ? അച്ചാച്ചി കണ്ടിട്ടില്ല. അദ്ദേഹം എപ്പോഴായിരുന്നു മരണപ്പെട്ടത്? 2018 ഓഗസ്റ്റ് 3-നാണ്. ഓഗസ്റ്റ് 3-നാണ് മരണപ്പെട്ടത്. ഞാൻ ആ സമയത്ത് നാടകം കളിക്കാനായിട്ട് പോയേക്കുമായിരുന്നു. അപ്പം മരിക്കണ സമയത്ത് ഞാനില്ല. നാടകം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുമില്ലേ, ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ട് ഭയങ്കര വികാരപരമായിട്ടുള്ള ഒരു കുറിപ്പായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരണപ്പെടുമ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടാവില്ല, അത് കഴിഞ്ഞിട്ടായിരിക്കും നീ അറിയുക എന്നുള്ളത്. ഇപ്പം ഞാൻ ഈ നാടകവും ഇതൊക്കെ കളിച്ചു നടക്കുമ്പോൾ അപ്പം അച്ചാച്ചി എപ്പോഴും പറയായിരുന്നു, ഞാൻ മരിക്കുന്ന സമയത്ത് നീ ഉണ്ടാവില്ല, നീ എവിടെയെങ്കിലും വല്ല നാടകം കളിച്ചോ വല്ല സിനിമയുടെ സെറ്റിലൊക്കെ ആയിരിക്കും, അറിഞ്ഞിട്ട് വരും പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പം അച്ഛൻ മരിച്ചു എന്നുള്ളത് നാടകം കളിക്കും പറഞ്ഞായിരുന്നു? അല്ല, രാവിലെ ഇറങ്ങി, അത് കഴിഞ്ഞിട്ടാണ് വന്നത്. നാടകം കളിച്ചിട്ടാണ് പിന്നീട് വന്നത്? കളിച്ചിട്ടാണ് വന്നത്. അതൊരു കലാകാരൻ്റെ ഒരു ഗതികേടല്ലേ? അത് ഗതികേടല്ല, അങ്ങനെയല്ല. ഞാൻ ആ സമയത്ത് നമ്മൾ ഇമോഷണൽ ആകും. ആ സമയത്ത് കർണാടകയിലെ ഒരു വലിയൊരു ഫേമസ് ഡയറക്ടർ
CGK എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത്, ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ಹೆಣ ಬಿದ್ರೂ ನೀ ತಟ್ಟಲ್ಲಿ ಡ್ರಾಮಾ ಮುಗಿಸ್ಕೊಂಡು ಹೋಗು. അത് ಒಂದು ആർട്ടിസ്റ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റ്. കാരണം മരിച്ചവർ പോയി. കാരണം കാണുന്ന പ്രേക്ഷകനറിയില്ല നീ എൻ്റെ അച്ഛൻ മരിച്ചിട്ടാണോ അമ്മ മരിച്ചിട്ടാണോ ആര് മരിച്ചിട്ടാണ് നിൽക്കുന്നത് നിർത്തുന്നത്. നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് പ്രേക്ഷകനോട്. തിയേറ്റർ അത്രയും കമ്മിറ്റ്മെൻറ്റഡ് ആയിട്ടുള്ളൊരിത്. അത് കഴിഞ്ഞിട്ട് പോകാമെന്നുള്ളതാണ് നമ്മുടെ ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തു. അപ്പം പെട്ടെന്ന് തന്നെ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും, കാരണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഫ്രണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു, വേറെ ടാക്സി ബുക്ക് ചെയ്തിരുന്നു, വേറൊരാൾ വന്ന് പിക്ക് ചെയ്യാൻ വരുന്നു, വേറെ ഫ്രണ്ട് വരുന്നു. അപ്പം അങ്ങനെ രാവിലെ ഏർലി മോർണിംഗ്, രാത്രി നാടകം കഴിഞ്ഞ് രാത്രി 9 മണി 10 മണി ആയപ്പോഴത്തേക്ക് ഞാൻ കൊച്ചി എയർപോർട്ടിലെത്തി. അപ്പോഴത്തേക്ക് വേറൊരു ഫ്രണ്ട് ബബ്ബ ബേഡേക്ക് അപ്പുറമായിട്ടുള്ള ഫാഹിം സ്വാതി എന്ന് പറഞ്ഞവർ എനിക്കൊരു കാർ അറേഞ്ച് ചെയ്ത് തന്നു. എൻ്റെ ഒരു ഫ്രണ്ട് രമ്യ സർവ്വത എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ എന്നെ ഒറ്റയ്ക്ക് വിടാതെ, സർവ്വതയുടെ ഹസ്ബൻഡ് എൻ്റെ ഫ്രണ്ടാണ് വിഷ്ണു. അപ്പം എന്നെ കൂടെ വിട്ടു. ആൾ വന്നിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ആൾ പിറ്റേ ദിവസം പോകുന്നത്. അപ്പം നമുക്ക് ഒരിടത്ത് നിന്ന് കഴിയുമ്പോൾ നമ്മൾ മെൻ്റലി സപ്പോർട്ട് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടായി എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഇത്രയും വളർത്തി വലുതാക്കി നമ്മുടെ അച്ഛൻ കമ്മിറ്റ്മെന്റ് വേറൊരു സ്ഥലത്ത് എന്ന് വെച്ചാൽ നാടകത്തിൽ ഒരുപാട് പേരുടെ ചോറാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു നാടകത്തട്ടിൽ കയറുമ്പോൾ എത്രത്തോളം സങ്കടം വെച്ചിട്ടാണ് അന്ന് ആ നാടകം കളിച്ചത്? അല്ല, നമുക്ക് സങ്കടം എന്നുള്ളതല്ലല്ലോ. നമുക്ക് സങ്കടങ്ങൾ, പേഴ്സണൽ സങ്കടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കാണിക്കേണ്ട ഇടമല്ലോ. പേഴ്സണൽ ലൈഫ് വേറെ, പ്രൊഫഷണൽ ലൈഫ് മനസ്സിലിങ്ങനെ ഓടി വരില്ലേ? അതുകൊണ്ട് നമ്മളത് കാണിക്കാൻ പാടില്ല. നമുക്കതിന് ഒറ്റയ്ക്കിരുന്ന് കരയല്ലോ. എൻ്റെ അനിയൻ്റെയും കാര്യം അങ്ങനെയായിരുന്നു. ഹെൽപ്പ് എന്ന് പറയുന്ന പടം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ അനിയൻ മരിക്കുന്നത്. ആ സമയത്ത് മരിക്കുന്ന ആ സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു. ബാക്കി ഷൂട്ട് ചെയ്യേണ്ട സമയത്തും തലയിലൊരു 100 ദിവസം കൽബും പടം കണ്ടവർക്കറിയാം. ട്രെഡ് ലോക്കായിരുന്നു. അത് പഠിക്കാൻ പറ്റില്ല, കഴുകാൻ പറ്റില്ല. അത് വെച്ചിട്ട് ബാക്കി അഭിനയിക്കേണ്ടി വന്നു. അപ്പം അതൊന്നും ഞങ്ങൾ 3 ആൺകുട്ടികളായിരുന്നു. ഞാൻ, ചേട്ടൻ, അനിയൻ. അനിയൻ എന്തെങ്കിലും അസുഖം വന്നിട്ട്? അത് ആൾ ഡിപ്രസ്ഡ് ആയിരുന്നു, സൂസൈഡ് ചെയ്തത്. ഡിപ്രഷൻ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ആരെങ്കിലും ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും രക്ഷപ്പെട്ടേനെ. അപ്പോൾ അമ്പിയോടൊന്നും, ചേട്ടനാണ് അമ്പിയോടൊന്നും ഒന്നും തുറന്ന് പറയില്ലായിരുന്നു. അല്ല, ഞാൻ ഷൂട്ടിലായിരുന്ന സമയത്തായിരുന്നു. എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പിന്നെ അതിൽ പിന്നെയാണ് ഞാൻ എൻ്റെ ഒരു ശീലമുള്ളത്. ഞാൻ നേരത്തെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ട കംഫർട്ടബിൾ ആയിട്ടുള്ള കോളുകളൊക്കെ എടുക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ ആരുടെയാണ് ഏത് പാരാത്രിയിലും എന്നെ വിളിച്ചാൽ ഞാൻ എടുക്കും. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യൻ ഏത് അവസ്ഥയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡിപ്രഷൻ ആണെന്ന് ഒരിക്കൽ പോലും അറിയിച്ചില്ല. കാരണം ഞാൻ അങ്ങനെ കണ്ടിന്യൂസ്ലി വെളിയില്ലായിരുന്നു. ആഴ്ച 2 ദിവസം നമ്മൾ പിന്നെ അവന് എൻ്റെ ആയിട്ടുള്ള വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അറിഞ്ഞില്ല. യു കൂൾ ഓക്കെയാണ്. സോറി ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടൻ ഒമാനിലായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. ഗ്രാൻഡ് മദർ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷമാകാൻ പോകുന്നുള്ളൂ, അച്ഛൻ്റെ അമ്മ. അപ്പം ചാച്ചിയമ്മ മരിച്ചിട്ട് 1 വർഷമാകുന്നുള്ളൂ. അപ്പോൾ ആ മരണസമയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ തിരിച്ചു പോയില്ല, ഇപ്പം നാട്ടിലുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഈ അടുത്ത് ഭയങ്കര വിവാദമായിട്ടുള്ള 2 അഭിപ്രായങ്ങൾ ഉയർന്നു വന്നതാണ് ഈ ഡിപ്രഷനെ കുറിച്ച്. വെറുതെ ഇരിക്കുന്ന ഒരു പണിയും ഇല്ലാത്ത ആൾക്കാർക്ക് വരുന്നതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. വെറുതെ ഇരിക്കാത്ത ആളുകൾക്കും ജോലി ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ വരും. അത് നമ്മുടെ ഒന്നും അല്ല, ഒക്കെ നമ്മുടെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് കൈമാറി വരുന്ന സാധനങ്ങളാണ്. അത് ക്ലിനിക്കലി തന്നെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് ഇന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് എനിക്കിതിന് സംഭവിക്കണമെന്ന് പറയുന്നത് നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ഡിപ്രഷൻ നമുക്ക് മറികടക്കാൻ പറ്റും? ക്ലിനിക്കൽ സ്റ്റേജ് ആണെങ്കിൽ ക്ലിനിക്കലി പോവുക എന്നുള്ളതാണ്. അല്ല, ഡിപ്രഷനാണോ, ഫ്രസ്ട്രേറ്റഡ് ആണോ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ബ്ലോക്കുകളൊക്കെയാണ് നമ്മൾ തന്നെ സ്വയം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിന് സ്വന്തം സെൽഫായിട്ട് നമുക്കൊരു അനലൈസേഷൻ ഉണ്ടാകുക, സ്വന്തമായിട്ട് നമ്മളെ തന്നെ അനലൈസ് ചെയ്യുക, തിരിച്ചറിയുക എന്ന് പറയുന്നതാണ് അതിനുള്ള ഏക മാർഗം. വെറുതെ ഇരുന്ന് പൊട്ടിക്കരയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു നെഞ്ചിലൊരു കല്ല് വെച്ച പോലത്തെ ഒരു ഭാരം, ആരോടും തുറന്നു പറയാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥകളൊക്കെ അമ്പിക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? എല്ലാവരും കടന്നു പോകുന്ന അവസ്ഥകളത്. കാരണം അത് എനിക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല. അത് ഈ ചെറുപ്രായത്തിലൊക്കെയാണ് ചെറുപ്പത്തിലുണ്ടാകുന്ന ചെറിയ ഇൻസൾട്ടുകളോ അല്ലെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളൊക്കെയാണിത്. ഇതൊരു ട്രോമയാണെന്നും ഇതൊന്നും പലതും എൻ്റെ അല്ലെന്നും ഇതൊന്നും ഞാനായിട്ട് ഉണ്ടാക്കിയതല്ലെന്നും തലമുറകളായി കൈമാറി വരുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനെ നമ്മൾ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുക.
ഇപ്പം നമ്മുടെ പല ശീലങ്ങൾ ഇപ്പോൾ ഉണ്ട് കാരണവന്മാർ പറയല്ലേ അച്ഛൻ്റെ അതേ സ്വഭാവം അല്ലെങ്കിൽ അമ്മയുടെ അതേ സ്വഭാവം എന്ന് പറയുന്നത് നമ്മളെ ഇൻഫ്ലുവൻസ്ഡ് ആവും. അച്ഛൻ്റെ അമ്മ അതൊക്കെ DNA സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജീനുകളൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം അത് തിരിച്ചറിയുമ്പോൾ നമ്മളതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏക മാർഗം. അത് അതിൻ്റെ ഒരു വേറൊരു സ്റ്റേജ് എന്ന് പറയുന്നതാണ് ക്ലിനിക്കൽ ഹെൽപ്പ് വേണം എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഈ ഡിപ്രഷനുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു കൗൺസിലിംഗ് വേണം എന്ന് പറയുന്ന സമയത്ത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത് വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് ചില രീതിയിൽ ഒന്ന് അഫക്റ്റ് ചെയ്യും. ഒന്ന് നമ്മളിപ്പോൾ സൊസൈറ്റി, ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്, സൊസൈറ്റി അല്ലെങ്കിൽ ഫാമിലിയുടെ ഒരു ഫോഴ്സ് ഉണ്ട്. നിങ്ങൾ ഡോക്ടറാവൂ, എൻജിനീയർ ആവൂ, അവർക്കിഷ്ടമുള്ളതാണോ പഠിപ്പിക്കുന്നതെന്ന് പല പേരൻറ്റിങ്ങിനും അറിയില്ല, പേരൻസിനും അറിയില്ല. ഒരിക്കലും ഒരാളും പറയാറില്ല, കളിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആർട്ടിസ്റ്റ് ആവണം, എനിക്ക് ആർട്ട് പഠിക്കണമെന്ന് പറയാറില്ല. അത് ഈ നമ്മൾ ആൾക്കാർ തുറന്ന് സംസാരിക്കാത്തതിൻ്റെ ആയിട്ടുള്ള പ്രശ്നത്തിലൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. അമ്മയ്ക്ക് ഇമോഷൻസ് കുറവാണോ? എനിക്കോ? അല്ല, ഭയങ്കര എപ്പോഴും ഒരേ രീതിയിലാണോ? അല്ലല്ല, ഞാൻ ഭയങ്കര സങ്കടമൊന്നും അങ്ങനെ വരില്ല, ഒരു അറ്റാച്ച്മെന്റ് കുറവുള്ള ആള് അങ്ങനെയാണോ? അങ്ങനെയല്ല, ഞാനത് എന്നെ മാറ്റിയെടുത്ത. കാരണം അത് എൻ്റെ ഒരു ഇതായതുകൊണ്ട് ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്, അൾട്രാ സെൻസിറ്റീവാണ്. ഞാൻ ഭയങ്കരമായിട്ട് ആളുകളുമായിട്ട് പെട്ടെന്ന് ആളുകളെ വിശ്വസിക്കും, ഭയങ്കരമായിട്ട് ആളുകളുമായിട്ട് ജെല്ല് ചെയ്യും, ആരെയും ജഡ്ജ്മെൻ്റ് ഒന്നും ചെയ്യില്ലായിരുന്നു. ഇപ്പോഴും ജഡ്ജ്മെൻ്റ് ഒന്നും ചെയ്യാറില്ല. പക്ഷേ എനിക്ക് മനസ്സിലായത്, ഞാൻ കുറേ എൻ്റെ ലൈഫിൽ ഈ 30 വയസ്സ് കഴിഞ്ഞിട്ടും 33 വയസ്സാകാൻ പോകുന്ന സമയത്തും എൻ്റെ ലൈഫിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ടൈമുകളുണ്ട് കുറേ വ്യക്തികൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുറേ ആളുകൾക്ക് വേണ്ടി. അത് എനിക്ക് പിന്നീടാകുമ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ ചെറുപ്പത്തിൽ എവിടെയും എനിക്ക് കിട്ടാത്ത ഒരു സ്നേഹം അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുമായിരിക്കാം എന്നൊക്കെ ഓർത്തിട്ടായിരിക്കാം ആ സമയത്ത് ഓർത്തിട്ടുണ്ട്. പിന്നീട് ആലോചിക്കുമ്പോഴായിരിക്കും അതുകൊണ്ടായിരിക്കാമല്ലോ ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്തെന്നുള്ളത് എനിക്ക് തോന്നലുണ്ട്. അപ്പോൾ ഞാൻ ആൾക്കാരെ ഇഷ്ടപ്പെടും, വലിയധികം അറ്റാച്ച്ഡ് ആവാൻ പോലും, ഈ അറ്റാച്ച്ഡ് ആകുമ്പോഴാണ് പ്രശ്നം. അറ്റാച്ച്മെന്റ് വെക്കാറില്ല, വേണ്ട ആളുകളുമായിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനിക്കൊരു ലിമിറ്റഡ് സൗഹൃദങ്ങൾ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ വളരെ വളരെ കുറവാണ്. ഈ പറഞ്ഞ പോലെ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സൗഹൃദങ്ങൾ വളരെ കുറവാണ്. കാണും, പരിചയം, പ്രൊഫഷണൽ ഇയറുള്ള ഇതേ ഉള്ളൂ. എന്താ പറയുക, ഞാൻ ഇപ്പോൾ ആരിൽ നിന്നും ഒരു താങ്ക്സ് ഞാൻ പ്രതീക്ഷിക്കാറില്ല, ഒന്നും പ്രതീക്ഷിക്കാറില്ല. ഞാൻ താങ്ക്സ് പറയാറുണ്ട്. മറ്റുള്ളവർ എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുകയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ആ രീതിയിൽ ചെയ്യും. ഞാൻ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാറുമില്ല. പക്ഷെ ഞാൻ എൻ്റെ ചില രീതികൾ ഞാൻ മാറ്റി എന്നുള്ളേ ഉള്ളൂ. എൻ്റെ ടൈം ഞാനിപ്പം വേണ്ടവർക്ക് മാത്രം കൊടുക്കാറുള്ളൂ. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്, അപ്പോഴാണ് സങ്കടമാവുന്നതെന്ന് വിനീത് ശ്രീനിവാസൻ. അത് റിയലൈസ് ചെയ്തപ്പോഴാണ് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിച്ചവരാരെങ്കിലും പണി തന്നിട്ടുണ്ടോ ലൈഫിൽ? സ്നേഹിച്ചവരായാലും ഞാൻ വിശ്വസിച്ചതിൻ്റെ പുറത്തായാലും എല്ലാ വേല പണി അങ്ങനെ ഞാൻ അതിനൊരു നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല. അത് ആ സമയത്ത് ഞാനത് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ലൈഫിലേക്കുള്ള ഒരു പാഠമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ ഫിലോസഫി അല്ലെങ്കിൽ ഞാൻ തന്നെ കണ്ടെത്തി എന്നുള്ളതല്ല, ഞാൻ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം, അടുത്ത ഒരു നിമിഷം എന്ത് നടക്കുമെന്ന് നമുക്കറിയില്ല. അടുത്ത നിമിഷത്തിൽ നമുക്ക് സന്തോഷമാണോ സങ്കടമാണോ ഒന്നും അറിയില്ല. ബി ദ മൊമെൻറ്റിലായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാസ്റ്റിൽ നിന്നുള്ള കാര്യങ്ങളിലെ നെഗറ്റീവിൽ പോലും അതിൻ്റെ അകത്ത് ഒരു നെഗറ്റീവായിട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 5 വർഷം മുമ്പ് നിങ്ങൾ കരഞ്ഞത് ഇപ്പോൾ ആലോചിക്കും, ഞാൻ ചിരിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഞാൻ കരഞ്ഞ ആ സമയത്ത് അങ്ങനെ ആയിരുന്നു. ആ മെച്യൂരിറ്റി അല്ല ഇപ്പോൾ എനിക്കുള്ളത്. ഇപ്പം ഞാൻ ഒരു കാര്യത്തെ കാണുന്നത് പല വേയിലൂടെ. അപ്പം അതുകൊണ്ട് പക്ഷേ ഇപ്പോഴും ഇമോഷൻ വന്നാൽ ഞാൻ ഇമോഷണൽ ആവും. അതിനൊന്നും ഞാൻ ഇപ്പോൾ ഇമോഷൻ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാറൊന്നുമില്ല. സാഹചര്യങ്ങൾ മാറ്റി. എനിക്കത് ആവശ്യമുള്ളതാണ്. ഞാൻ ഇവിടെ ഇമോഷണൽ ആവേണ്ട കാര്യമാണ്. ഞാൻ കുറച്ചൊന്ന് ആലോചിക്കും. നേരത്തെ അതില്ലായിരുന്നു എന്നുള്ളൂ. എങ്കിലും സെൻസിറ്റീവാണ്, ഭയങ്കര സെൻസിറ്റീവാണ്. മാനിഫെസ്റ്റ് ചെയ്യാറുണ്ടോ ഗോളൊക്കെ? മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വാസമുണ്ടോ? ദൈവത്തിൽ വിശ്വാസമുണ്ടോ? മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അതിനിപ്പോൾ കുറേ റീൽസും പരിപാടിയാണ്. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കാൻ മറന്നു കളയാന്നുള്ളതാണ്. ഡിപ്രഷൻ്റെ വേറെ സാധനങ്ങൾ ആഗ്രഹിച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ട് നടക്കാതിരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ. ആഗ്രഹിക്കാൻ മറന്നു കളയുക. ദൈവവിശ്വാസിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റേതായ തരങ്ങളിലുള്ള വിശ്വാസമുണ്ട്. എൻ്റെ വിശ്വാസങ്ങൾ ഞാൻ ആരെയും അടിച്ചേൽപ്പിക്കാറില്ല, മറ്റൊരാളുടെ വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യാറില്ല. ഇപ്പോൾ എനിക്ക് ഭയങ്കര നിരീശ്വരവാദികളായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, അവരുടെ അടുത്ത് ദൈവമുണ്ട്, അങ്ങനെയൊന്നുമില്ല. എൻ്റെ ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കുറച്ചുകൂടെ നേച്ചറുമായി കണക്റ്റഡാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ശക്തിയിൽ വിശ്വസിക്കാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ഞാൻ വിശ്വസിക്കുന്നത് നേച്ചർ എന്ന് പറയുന്ന ശക്തിനെ വിശ്വസിക്കുന്നുണ്ട്.
അപ്പം ഞാൻ വിശ്വസിക്കും കുറച്ചുകൂടെ പഞ്ചഭൂതങ്ങളാണെന്ന് പറയാം. അതിപ്പോൾ ഈ കാന്താര ഇറങ്ങിയോണ്ടോ അങ്ങനെയൊന്നും പറയുന്നില്ല. നമുക്ക് വായു, ജലം, കാറ്റ്, വായു, ജലം, അഗ്നി, ഭൂമി, ആകാശം, ഈ 5 ജീവിക്കാൻ പറ്റില്ല. ഇപ്പം കാറ്റില്ലെന്ന് വയ്ക്കുക പ്രശ്നമാണ്, വായു ഇല്ലെന്ന് വയ്ക്കുക പ്രശ്നമാണ്, തീ ഇല്ലെങ്കിൽ പ്രശ്നമാണ്, ഇപ്പം ചവിട്ടാനിപ്പോൾ മണ്ണില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. അതിലൊക്കെ ഓരോ ദേവന്മാരില്ലേ? അതുണ്ടായിരിക്കാം, അത് കണ്ടെത്തുന്നവർ കണ്ടെത്തോടെ. അല്ല ദൈവം അത് ആരുടെയും അല്ല, അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരു റിലീജിയൻ്റെ മാത്രമായി പോവും പലരും. അപ്പം ഈ സാധനങ്ങളൊന്നും റിലീജിയക്ക് ആയിട്ട് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം, അല്ലാത്തവർക്ക് അങ്ങനെ വിശ്വസിക്കാം. അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. പക്ഷെ ഞാൻ റിലീജിയസ് ആയിട്ട് ഇട്ടതല്ലേ അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ തുടങ്ങിയപ്പോൾ സമയത്ത് അത് ഓരോരുത്തർ കാരണവന്മാരുടെ കരുതലാണ്. ഇപ്പോൾ കപ്പ, പച്ചക്കപ്പ ഉണ്ട്, വാട്ടുകപ്പയുണ്ട്, രണ്ടും കപ്പ തന്നെയല്ലേ. വാട്ടുകപ്പ എന്തിനാണ് വയ്ക്കുന്നത്? മഴക്കാലം വരുന്ന സമയത്ത് നമുക്ക് സൂക്ഷിക്കുന്നത്. അപ്പം പ്രാർത്ഥന അതുപോലെ തന്നെയാണ്, ഭക്തി അതുപോലെ തന്നെയാണ്. ഇത് കൂടിപ്പോയാലും പ്രശ്നമാണ്. കൂടിപ്പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനം ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ബൈബിളിൻ്റെ അകത്ത് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ കുന്നും മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞതിൻ്റെ സയൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പോയാൽ നല്ല ഓക്സിജൻ കിട്ടും, കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കിട്ടും, കുറച്ചുകൂടെ നിങ്ങൾക്ക് സെൽഫ് റിയലൈസേഷൻ കിട്ടും. ഖുറാൻ്റെ അകത്ത് എന്തിനാണ് 5 നേരം നിസ്കരിക്കുന്നതെന്ന് പറഞ്ഞാൽ യോഗയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ എണീറ്റ് നിന്ന് ഇതുണ്ട്. ചമ്രം പടിഞ്ഞിരിക്കുന്ന സമയത്ത് സ്പൈൻ നേരെ ഇരിക്കും. പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ സയൻസുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക. പ്രാർത്ഥനയും സയൻസും അല്ലെങ്കിൽ വിശ്വാസവും സയൻസും ഒരുപോലെ തന്നെയാണ്. അതിനെ നമുക്ക് ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇത്. അത് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. കണക്റ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ കണക്റ്റഡ് ആയിരിക്കില്ലായിരിക്കാം. ഇപ്പം ശബരിമലയ്ക്ക് പോകുന്ന ഒരാൾ, ഞാൻ പോകാറുണ്ട് ആളാണ്, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് പോക്ക് നടന്നിട്ടില്ല. ശംഭി ഒരു വിശ്വാസിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നല്ല വിശ്വാസിയാണ്. ഞാൻ വിശ്വാസി മീൻസ് അമ്പലങ്ങളിൽ പോകുന്നത് അവിടെ പോയി പരാതി പറയാനായിട്ടൊന്നുമല്ല. ഞാൻ അമ്പലത്തിൽ പോകുന്ന അവിടുത്തെ അറ്റ്മോസ്ഫിയർ, അവിടുത്തെ സ്മെല്ല്, ചന്ദ്രങ്ങളുടെയും സ്മെല്ല് എന്നെ കുറച്ചുകൂടെ കാമാക്കും. ഇപ്പോൾ പോസിറ്റീവ് എനർജിയാണ്. എനർജിയാണ്, എനർജിയേ ഉള്ളൂ. പോസിറ്റീവ് നെഗറ്റീവ് വന്ന് നിങ്ങളുടെ തോട്ടിലാണ്. സീരിയസ്ലി അമ്പലങ്ങളിലായാലും പള്ളിയിലായാലും എല്ലാം പോസിറ്റീവ് എനർജിയാണ്. ചില ഈ ആഭിചാരക്രിയകൾ എന്നൊക്കെ പറയുന്ന നേരത്ത് പോകുന്നിടത്ത് നെഗറ്റീവ് എനർജി ആയിരിക്കില്ലേ, പോസിറ്റീവ് ആയിരിക്കുമോ? അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം റിലീജിയൻസ് ആയിട്ട് എങ്ങനെയായാലും ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ എനർജീനെ വിശ്വസിക്കാറുണ്ട്. അതാണ് എൻ്റെ വിശ്വാസം. ശബരിമലയിൽ പോയപ്പോൾ ശബരിമല എന്ന് വെച്ചാൽ ഇപ്പം ഒരു 21 ഡേയ്സ് അല്ലെ 41 ദിവസം എന്ന് പറഞ്ഞാൽ ഡബിൾ ഡേയ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ശീലം, റൊട്ടീൻ, രാവിലെ എണീക്കുന്ന കുളിക്കും, ഒരു കുറച്ച് നേരം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും, നമ്മൾ ജോലി ചെയ്യും, വൈകിട്ട് വരും, ശരണം വിളിക്കും, ശബ്ദത്തിൽ. ഈ സാധനം നമുക്ക് ശബരിമലയിൽ പോയില്ലെങ്കിലും നമുക്കിത് ചെയ്യാം. അങ്ങോട്ട് വെക്കുന്ന സമയത്ത് ഒരു കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ലൈഫിൻ്റെ റൊട്ടീൻ ഉണ്ടാവും. ഇപ്പം 50 നോമ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ ഈ ദിവസം എല്ലാവരും ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത് എന്താ, ഫിസിക്കലി മെൻ്റലി നമ്മളൊന്ന് കാമാൻ വേണ്ടി. പക്ഷേ ഇത് എല്ലാം പോയി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇതുണ്ടാവില്ല. പിന്നെ വ്രതം മുറിക്കാനുള്ള വീണ്ടും ലൈഫ് സ്റ്റൈൽ പോകും. വർഷത്തിലൊരിക്കലെങ്കിലും അങ്ങനെ ചെയ്യുന്നതല്ല. പക്ഷേ സ്വാമിമാരായിട്ടും സിഗരറ്റ് വലിക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ ഇതാണ്. തത്വമസി എന്നല്ലേ ശബരിമലയിൽ തന്നെ എഴുതിയത്? അത്രേ ഉള്ളൂ. തത്വമസി എന്ന് പറയുന്ന സമയത്ത് ഇത്രയും കഷ്ടപ്പെട്ടെന്നല്ല, ആദ്യം നീ നിന്റെ സെൽഫിലേക്ക് നോക്കാന്ന് പറഞ്ഞാൽ എന്നിട്ടൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ അവിടെ ചെന്നിട്ട് കുറച്ച് പൈസ ഇട്ടിട്ടോ കൈമണി കൊടുത്തിട്ടോ. തത്വമസി, ത്വം അസി, അത് നീ ആകുന്നു എന്നുള്ളതാണ്. അപ്പം അത് നമുക്ക് അത്രയും എനർജി, ദൈവം നമ്മളാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ക്ലീൻ ആയിട്ടിരിക്കണം എന്ന് പറയുന്നത്. യൂണിവേഴ്സ് ലോയിലൊക്കെ വിശ്വാസമുണ്ട്. ഉറപ്പായിട്ടും യൂണിവേഴ്സിന് ഒരു ലോ ഉണ്ടല്ലോ. സയൻസ് പറയുന്നത് അങ്ങനെയില്ലെന്ന്, മാനിഫെസ്റ്റേഷൻ ഒന്നും ഇല്ലെന്ന്. അത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ആഗ്രഹമാണ്. നിങ്ങൾ പുറത്ത് പറയാൻ പോകുമ്പോഴല്ലേ ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങളത് ആരെയും അടിച്ചേൽപ്പിക്കാൻ പോകണ്ടെന്ന്. ഇപ്പോൾ വിശ്വാസിയാണെന്ന് ചോദിച്ചു, ഞാൻ വിശ്വാസിയാണ്. വിശ്വാസി അല്ലാത്ത ഒരാൾ നാളെ എന്നോട്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എനിക്ക് ദൈവത്തെ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അയാളുമായിട്ടുള്ള സൗഹൃദം പോകുന്നില്ല. അയാളുടെ വിശ്വാസമാണ്. രണ്ടിൻ്റെ അടിസ്ഥാനം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ദൈവമില്ല എന്ന് ഒരാൾ വിശ്വസിക്കുന്നതും വിശ്വാസമാണ്, മാനിഫെസ്റ്റേഷൻ നടക്കുമെന്ന് വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? വിശ്വാസമാണ്. അത്രേ ഉള്ളൂ.
അത്രേ ഉള്ളൂ. വിശ്വാസം. വീട്ടിലെല്ലാവർക്കും നല്ല വിശ്വാസമൊക്കെയാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മയാണ്? ഇപ്പം അമ്മ, ചേട്ടൻ്റെ വൈഫ്, 3 കുട്ടികൾ, ഞാൻ. അവരൊക്കെ നല്ല എന്താ പറയുക വിശ്വാസികളൊക്കെയാണ്? അത് അവരുടെയാണ്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. ഞാൻ അമ്പലങ്ങളിൽ പോകുന്ന സമയത്ത്, എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ ആരെയും വിളിക്കാറ് വരുന്നുണ്ടോ എന്നൊന്നും ചോദിക്കാറ്. ഞാൻ പോകാറുണ്ട്, നിർബന്ധിക്കാറില്ല, ഒന്നിനും നിർബന്ധിക്കാറില്ല ഞാനിപ്പം ആരെയും. ഇഷ്ടദേവൻ ആരാണ്? ആരെങ്കിലും ഒരാൾ ഉണ്ടാവുമല്ലോ. ശിവൻ്റെ കോൺസെപ്റ്റ് ഭയങ്കര, എനിക്ക് ശിവൻ ഭയങ്കര കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? ഭയങ്കര ഭയങ്കര രസമുള്ള ഒരു ആരുടെയോ വിരിഞ്ഞ ഒരു ചിത്രം. ഒന്നാലോചിക്കൊരു ആണ് കഴുത്തിൽ പാമ്പൊക്കെ ഇട്ട്, പുലിത്തോല്, കയ്യിൽ രുദ്രാക്ഷം ഉണ്ടാകും. ഒരു മെയിൽ ഈഗോയിസ്റ്റിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്നാൽ അയാൾ പൂർണ്ണമാകണമെങ്കിൽ ഓപ്പോസിറ്റ് ശക്തി എന്ന് പറയുന്നൊരു പെണ്ണ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അർദ്ധനാരിയാകുന്നു. ഫാമിലി തന്നെ നോക്കിയാൽ മതി. ശിവൻ്റെ വാഹനം കാള, അതിനെ അറ്റാക്ക് ചെയ്യുന്ന മൃഗമാണ് പാർവതി ദേവിയുടെ വാഹനം സിംഹം. ഇനി മക്കളുടെ എടുത്തു കഴിഞ്ഞാൽ തന്നെ മുരുകൻ, ഷൺമുഖൻ, ഒരാളുടെ എലി, ഒരാളുടെ മയില് പാമ്പിനെയും കൊത്തും, പാമ്പെലിനെയും കൊത്തും. ഒരു സർക്കിളുണ്ട്. ആ ഐഡിയോളജി ഭയങ്കര എനിക്കിഷ്ടമാണ്. ആ ഐഡിയോളജിയാണ്. അല്ല, പ്രണയത്തിന്റെ മൂർത്തിഭാവം കൂടിയല്ലേ ശിവൻ? അങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് ഇപ്പോൾ പ്രണയിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ പ്രണയിക്കുന്നവരൊക്കെ ഉണ്ട്, ഡിവൈനായിട്ടൊക്കെ കാണുന്നവരുണ്ട്. അത് അങ്ങനെ പറ്റണം. അതെന്ന് വെച്ചാൽ ദേഷ്യം വന്നാൽ എല്ലാം സമകരിച്ച് കളയുകയും ചെയ്യും. അല്ല, ദേഷ്യം വരുന്ന സമയത്ത് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്ന് പറയുന്നത് കൂടെ ആണല്ലോ. സാത്വികവും ഉണ്ടല്ലോ, 2 സൈഡും ഉണ്ടല്ലോ. നിങ്ങൾ ഇതിൽ ഏത് ചൂസ് ചെയ്യുന്നു എന്നുള്ള. അമ്പിക്ക് പ്രണയമൊക്കെ ഉണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോ കമന്റ്സ്. അല്ല, വിവാഹമൊക്കെ ഇപ്പോഴൊന്നും ആലോചിക്കുന്നില്ലേ? അതോ? ഇല്ല, അത് അങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല വിവാഹം എന്ന് പറയുന്നത്. അതൊക്കെ അത്ര എളുപ്പല്ലേ? നോ, ഒരിക്കലും എളുപ്പമല്ല. എവിടെയെങ്കിലൊക്കെ എത്തിയല്ലോ. ഇപ്പൊ എവിടെ എത്തണം എന്നാണ്? അത് കഴിഞ്ഞിട്ടാണോ? അല്ല, അത് സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ എന്നുള്ളതാണ്, അത്രേ ഉള്ളൂ. അല്ല, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്താണ്? ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, എന്നെ ഇപ്പോൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, സിനിമ ട്രൈ ചെയ്യുക, അതിനോടൊപ്പം തന്നെ തിയേറ്റർ ഒരുപോലെ തന്നെ കൊണ്ടുപോവുക, ക്ലാസ്സുകൾ ഒരുപോലെ തന്നെ കൊണ്ടുപോവുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. എല്ലാവരും പഠിപ്പിക്കാറുണ്ടല്ലേ? നാടകമായാലും ആക്ടിങ് വർക്ക്ഷോപ്പ്. ആക്ടിങ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിങ് വർക്ക്ഷോപ്പാണ് കൂടുതലുള്ളത്. ഒരു ആക്ടറിൻ്റെ ബോഡി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കൂടുതൽ എൻ്റെ ക്ലാസ്. ഒരു ആക്ടറിന് ബോഡി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും ഒരു ആക്ടർ ആവാൻ എന്താണ് ഒരു ആക്ടർ ആവാനുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം? വർക്ക്ഷോപ്പൊക്കെ കണ്ടക്ട് ചെയ്യുന്നില്ല. ആരെയും അഭിനയം പഠിപ്പിക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആരെയും അഭിനയം പഠിപ്പിക്കാൻ പറ്റില്ല. അത് ഒരാളുടെ പ്രാക്ടീസാണ്. ഇങ്ങനെയൊക്കെ വഴികളുണ്ട്, എന്നെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇന്ന കാര്യങ്ങൾക്ക് റിസൾട്ടുകൾ ഉണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്ക് വഴി കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. പിന്നെ അവരുടെ പ്രാക്ടീസ്. ഇത് തന്നെയാണ് എനിക്ക് എൻ്റെ ടീച്ചേഴ്സ് പകർന്നു തന്ന്. അത് മനസ്സിലാക്കാൻ ഞാൻ കുറേ വർഷങ്ങളെടുത്തു. പക്ഷെ അതിലൊരു കാര്യം ചോദിക്കട്ടെ, ഫഹദ് ഫാസിൽ നമ്മൾ ആദ്യം ഒരു സിനിമയിൽ അഭിനയിച്ചു, അന്നേരം അത്ര അഭിനയം അറിയില്ലായിരുന്നു, കയ്യെത്തും ദൂരത്ത്. അത്രയും സീരിയസ് ആയിട്ട് സ്കൂളിലൊക്കെ പഠിച്ചു വന്നിട്ട് പിന്നെ ഒരു ഗംഭീര നടനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു കാറ് കണ്ടാൽ നിങ്ങൾക്കറിയാം, അതിന് 4 ടയറുണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, ക്ലച്ച് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്. ഇനി ക്ലച്ച് ഇല്ലാത്ത ഓട്ടോമാറ്റിക് വണ്ടിയുണ്ട്, ഗിയറും ഉണ്ട്. നോക്കിയാൽ വണ്ടി എടുത്ത് ഓടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഓടിക്കുമോ? ഇല്ല. അതാദ്യം പതിയെ ഗിയറും ക്ലച്ചും ഒക്കെ ഇട്ട് സ്റ്റിയറിംഗ് ആയി. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വർത്താനം പറഞ്ഞും ഫോം വിളിച്ചും പല രീതിയിലും പോവും എന്ന് പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് ഇതും. ആദ്യം നമുക്കറിയില്ലായിരിക്കും. അപ്പം ക്യാമറയുടെ ഇപ്പം ഇത്രയും ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന പോലെ അല്ല സിനിമ. ഇപ്പം നിങ്ങൾ ഈ ഷോർട്ട് എടുക്കുകയും ഇമോഷണലായി കരയേണ്ട സമയം പേഴ്സണലായി കരയുകയോ അല്ലെങ്കിൽ ചിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ആലോചിച്ച് ചിരിയൊക്കെ റിയാക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവിടെ തൊട്ടടുത്ത് വേറൊരാളുണ്ടാവും, ലൈറ്റ് യൂണിറ്റിലൊരു ചേട്ടനുണ്ടാവും, ക്യാമറയുടെ യൂണിറ്റ് ഉണ്ടാവും, ഇതൊക്കെ ഡയറക്ടർ ഉണ്ടാവും, ഇതുണ്ടാവും, വെളിയിൽ ശബ്ദം ഉണ്ടാവും, ജനറേറ്റർ. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കാൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നൊരു സാധനം വേണം. അതില്ലാത്ത ഒരാൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതൊരു പഠനമാണ്. അതുണ്ട്. ആ പഠനം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ത്രോട്ട് പ്രോസസ്സ് മാറും, നമ്മുടെ ചിന്തകൾ മാറും. ചിന്തകൾ മാറുമ്പോൾ നമ്മളുടെ പഠനത്തിനായിട്ടുള്ള കൂടും. അത് എന്നോട് കുട്ടേട്ടൻ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, വിജയരാമൻ. ഞാൻ ഭയങ്കര ഫാൻ ഓഫ് NN പിള്ള സാറിൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പം കുട്ടേട്ടൻ ഗംഭീര ടീച്ചറാണ്.
അപ്പം ഞാൻ നല്ലൊരു ആക്ടറാണ്, നല്ല ഗംഭീര ടീച്ചറാണ്. കൂട്ടൻ ഇങ്ങനെ എനിക്ക് ഒരു ബുക്കിൽ എങ്ങനെ എഴുതി തന്ന ഒരു സാധനം, ഇങ്ങനെ ഒരു ഓട്ടോഗ്രാഫ് എഴുതുന്നത് ലീവ് ഡെലിബറേറ്റ്ലി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ബോധപൂർവ്വം ജീവിക്കുന്ന ഈ ബോധപൂർവ്വം നമുക്ക് അഭിനയത്തിലും ഉണ്ടാവണം. അപ്പം നമ്മൾ ബോധപൂർവമായി ഇരിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്. അല്ലാതെ വേറെ മാജിക്കൊന്നും സംഭവിക്കില്ല. ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമുക്ക് ആ ലീവ് ഡെലിബറേറ്റ്ലി എന്ന് പറയുന്നത് ജീവിതം ബോധപൂർവ്വം ജീവിക്കാന്നുള്ള. അപ്പോൾ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ബോധപൂർവ്വം ജീവിക്കാൻ നമ്മൾ ബോധപൂർവമായിട്ട് തന്നെ അഭിനയിക്കണോ? ഉറപ്പായിട്ടും ബോധമായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോധമില്ലാതെ നിങ്ങളുടെ കയ്യിൽ ഒരാളുടെ കുത്താനുള്ള ഒരു സീന് പലരും പറയാറില്ലേ അഭിനയിക്കുമ്പോൾ കയ്യിൽ നിന്നിട്ടിട്ടാണ് അഭിനയിക്കുന്നത്. നാച്ചുറലി വരുന്നതായിരിക്കും. അതൊരു സ്കില്ല് നിങ്ങളിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കാം. അത് ബോധപൂർവം തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്.